പണം നാളെ തരാമെന്ന് ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പണയം അയാളത് ചോദിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ ഒരു മര്യാദ, ഒരു ഉറപ്പിനെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മുടെ വസ്തുവിന്റെയൊക്കെ ആധാരം ബേബി ലോൺ ഗ്യാരണ്ടി ബാങ്കിൽ വെച്ചിരിക്കല്ലേ. അപ്പൊ ലോൺ തീരാതെ അത് എടുക്കാൻ പറ്റില്ല. അതാ ഞാൻ പറയാൻ വന്നത്. ബോബിയുടെ കമ്പനിയുടെ ആധാരം കൊടുത്താലും മതിയായിരുന്നു. ഡാഡിയുടെ കയ്യിലല്ലേ അതുള്ളത്, അതും കൊടുത്താൽ പോരെ? അത് നിനക്കറിയില്ലേ, അവൻ്റെ അപ്പനും അമ്മയും പ്ലെയിൻ ക്രാഷ് മരിക്കുമ്പോൾ അവന് 2 വയസ്സാ. ഞാൻ അവനെ വളർത്തി അവരുടെ സ്ഥാനത്ത് നിന്ന. അതിൻ്റെ സ്നേഹവും ബഹുമാനവും അവൻ എന്നോടും ഈ കുടുംബത്തോടും കാണിക്കുന്നുമുണ്ട്. ഞാൻ ആവശ്യപ്പെട്ട അവൻ സമ്മതിക്കും. പക്ഷെ അവൻ എന്നോടല്ലാതെ എനിക്ക് അവനോടൊരു കടപ്പാട് മോൻ തന്നെ ചോദിക്കുന്ന നല്ലത്. കരിഭൂതത്തിന്റെ കൂടത്തിൽ ഇനി ഡിസിപ്ലിൻ. കരിഭൂതം കൂട്ടിലുണ്ടോ എന്തോ? ദേ വരുന്നു. എല്ലാരും പോയി കൈയും കാലും മുഖവും കഴുകി അത്താഴം കഴിച്ച് മിണ്ടാതെ കിടന്നോണം. ഈ വർഷം കൂടെ ഞാൻ സഹിക്കും. അടുത്ത വർഷം മുതൽ തലതെറിച്ചങ്ങളെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞോണം. സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നാ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ വരുന്ന മാഷന്മാരെയൊക്കെ ഓരോ വിധത്തിൽ ശല്യം ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഇതുങ്ങളെ കണ്ടാൽ തന്നെ തലവെരുക്കുക. ഡാഡി ഞങ്ങളെയൊക്കെ കുറെ വിരട്ടി വളർത്തിയതല്ലേ, അതിന്റെ ശിക്ഷയാവും പിള്ളേര് വല്യപ്പച്ചന് വരുന്നത്. വല്യപ്പച്ചനല്ല, കരിമ്പൂതം. അതാണ് അവറ്റകൾ എനിക്ക് ഇട്ടിരിക്കുന്ന ഓമനപ്പേര്. കുട്ടികളാവുമ്പോ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടാവും. അതെ അതെ, ഒരു 5-6 ദിവസം കൂടെ നിന്നാലറിയാം കുസൃതിയുടെ കടുപ്പം. ഇവരുടെ കയ്യിലിരിപ്പിനെ കുസൃതി എന്നല്ല പറയേണ്ടത്, കുരുത്തക്കേടുന്നാ. യുദ്ധം എങ്ങാൻ തുടങ്ങിയാൽ നമുക്ക് ആറ്റംബോംബൊന്നും വേണ്ട, ഇതുങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടാ മതി. എതിരാളികൾ ഓടുമ്പോ അവരുടെ കോണോമാല് വടി പോലെ നിൽക്കും. കുറെ ഞാൻ സഹിച്ചു. ഇനി കൊച്ചുമക്കളാണെന്നും വിചാരിക്കില്ല. അതുകൊണ്ടോ ഞാൻ സെൻട്രൽ ജയിലിൽ ഇരിക്കുമ്പോ എന്റെ ഡിസിപ്ലിൻ കണ്ടിട്ട് റെസിഡന്റ് ഹക്സ്ലി സമ്മാനിച്ച ഇത് ഞാനിങ്ങ് എടുക്കും. ഇനി ഇവിടെ എന്നാ കുഴപ്പ വാളിന്റെ കഥ വാ. അവിടെ കേട്ടിട്ട് അയ്യർ 1947 ഈ വാളിന്റെ കഥ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഇനി എന്നോട് പറയണ്ട, എനിക്ക് ചിക്കനിൽ ഇത്തിരി ജോലിയുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം. ബേബിച്ചായൻ അപ്പൊ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അതല്ലടാ മോനെ, ഞാൻ കടത്തിലാക്കിയ കമ്പനിയാ വലിയ റിസ്കോടെ നീ ഏറ്റെടുത്തിരിക്കുന്നു. നിനക്കൊരു 50 ലക്ഷം രൂപയുടെ എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും അതിനുവേണ്ടി നിന്റെ കമ്പനി സ്വത്തുമൊക്കെ ബാങ്കിൽ വെച്ച് 5-6 ലക്ഷം രൂപ ലോൺ എടുക്കണമെന്നൊക്കെ ഡാഡി പറഞ്ഞു. ബേബിച്ചായൻ അടുത്ത മാസം വരുമ്പോ പണം തിരിച്ചു തരാന്നല്ലേ പറയുന്നത്. ബേബിച്ചായൻ വന്ന ശേഷം പണം കിട്ടിയാലും എന്റെ കാര്യം നടക്കും. അതുകൊണ്ട് എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, തൽക്കാലം ബേബിച്ചായന്റെ കാര്യം നടക്കട്ടെ. അത് വേണം? വേണം. എനിക്ക് ഈ ലോകത്ത് ഡാഡിയും ബേബിച്ചായനും മാത്രമാണ്. എന്റെ കയ്യിൽ എന്തുണ്ടോ അത് നിങ്ങളുടെ, എന്റെ സ്വത്തല്ല. എന്നെ വരെ നിങ്ങൾക്ക് വേണ്ടി പണയം വെക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് എന്നോട് അനുവാദം ചോദിച്ചാൽ എനിക്കിത്തിരി നോവും. ശരി, ചോദിച്ചതിന് മാപ്പ്. എന്താ ഇങ്ങനെ നീ സ്വപ്നം കാണുന്നത്? സ്വപ്നത്തിന് ഇത്രയും സുഖമില്ലടോ. താൻ അത് കണ്ടോ? 2 അമ്മയുടെ മക്കളാ. പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇവന്മാരിങ്ങനെ ചിരിച്ചു നടക്കുന്നത് കണ്ട് തന്നെ എനിക്ക് മരിക്കണം. ചായ